സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. സയൻസ് പീപ്പിളിന്റെ 71ാമത്തെ പ്രഭാഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേവലമായൊരു പഠന വിഷയത്തിനപ്പുറം സയൻസിനെ ഒരു ജീവിത വീക്ഷണമായി കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് സയൻസ് പീപ്പിൾ. ഡൽഹിയിലാണ് തുടക്കമെങ്കിലും ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള മലയാളികളായ ശാസ്ത്ര തൽപരരാണ് സയൻസ് പീപ്പിൾ അംഗങ്ങൾ. വിദ്യാഹീനരായ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് കൂടുതൽ അപകടം വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണ് എന്ന് നെഹ്റു പറഞ്ഞത് എത്ര ശരിയായിരുന്നുവെന്ന് ഇന്ന് നിരന്തരം തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സയൻസിൽ ഉന്നത ബിരുദം നേടിയവർ പോലും അന്ധവിശ്വാസങ്ങളുടെ പിടിയിൽ നിന്ന് മോചിതരാകാതെ കപടശാസ്ത്രങ്ങൾ പ്രചരിപ്പിക്കുകയും സയൻസ് വിരുദ്ധ സമീപനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സമൂഹത്തിൽ സയൻസിക മനോവൃത്തി വളർത്താൻ ശ്രമിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് എന്ന് പറയാതെ വയ്യ. മനുഷ്യന്റെ അധ്വാനഭാരം കുറയ്ക്കുക, സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും പ്രകൃതിയെ നിയന്ത്രിക്കുന്നതിനും മാത്രമല്ല സയൻസ്, പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ വിശദീകരിക്കുന്നതിനും പ്രകൃതിയെയും തന്നെയും മനസ്സിലാക്കുന്നതിനുമുള്ള ഏറ്റവും ഉദാത്തമായ ജ്ഞാനമാർഗമാണ് സയൻസ്. സയൻസിക ലോകവീക്ഷണമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഈ സയൻസ് പീപ്പിൾ കൂട്ടായ്മയുടെ ലക്ഷ്യം. സയൻസ് സംസാരിക്കാനും ചർച്ച ചെയ്യാനും തുറന്ന വേദികൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സയൻസ് പീപ്പിൾ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് ആ പരമ്പരയിലെ 71ാമത്തെ പ്രഭാഷണം പ്രപഞ്ച നിരീക്ഷണത്തെക്കുറിച്ചാണ്. അനന്തവിശാലമായ പ്രപഞ്ചത്തെ അതിൻ്റെ അപ്രധാനമായ ഒരു കോണിൽ ഇരുന്നു കൊണ്ട് നോക്കിക്കാണാനുള്ള മനുഷ്യന്റെ ശ്രമത്തെക്കുറിച്ചാണ്. ഇന്നത്തെ പ്രഭാഷകൻ ശ്രീ ഏലിയാസ് കെപ്പി ഒരു അമേച്ചർ അസ്ട്രോണമറാണ്, സയൻസ് പ്രൊപ്പഗേറ്ററാണ്. അദ്ദേഹം സുൽത്താൻ ബത്തേരിയിലെ സെന്റ് മേരീസ് കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദമെടുത്തു. അതിനുശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ 10-25 വർഷമായിട്ട്, കഴിഞ്ഞ കാൽനൂറ്റാണ്ടായിട്ട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഒപ്പം വർക്ക് ചെയ്തുകൊണ്ട് സയൻസ് പ്രചാരണത്തിൽ ഭാഗവാക്കായിരുന്ന ആളാണ്. വയനാട്ടിലാണ് താമസം. അവിടെ കൂടത്തില് കൃഷി ചെയ്യുന്നു. ഒരു കർഷകനായിട്ടും അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ കൃഷി അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമല്ല. ഒരു എല്ലാ ഫലവൃക്ഷങ്ങളും വെച്ച് പിടിപ്പിക്കുക തൻ്റെ സ്ഥലത്ത് എന്നുള്ള ഒരു പ്രൊജക്റ്റ് അദ്ദേഹം സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അപ്പൊ ഇന്ന് ഈ പ്രഭാഷണം നടത്തുന്നതിന് അദ്ദേഹത്തെ ഞാൻ സയൻസ് പീപ്പിളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ അല്ലേ? യെസ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ സയൻസ് പീപ്പിളിന്റെ ആക്ടിവിറ്റീസുമായിട്ട് സഹകരിക്കാനും ഇന്നിങ്ങനെ ഇവിടെ ഒരു പ്രഭാഷണം നടത്താനും അവസരം തന്നതിന് ഞാൻ ഇതിന്റെ ഭാരവാഹികളോടും പങ്കാളികളോടും നന്ദി അറിയിച്ചുകൊള്ളാണ്. ഒബ്സർവിങ് ദി കോസ്മോസ് എന്നുള്ളതാണ് എൻ്റെ വിഷയം. ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളായിരിക്കും നിങ്ങളിലേറെയും എന്ന് എനിക്കറിയാം. എന്നാലും അത് അറിഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയത്തിന് ഒരു ആമുഖം അവതരിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ഈ സ്ലൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. 1957 ഒക്ടോബറിൽ റഷ്യ USSR വിക്ഷേപിച്ച ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് ആണ്.
അതിനെ തുടർന്നുണ്ടായ ഒരു ചൊല്ലാണ്. റഷ്യ സ്പുട്നിക് വിക്ഷേപിച്ചതറിഞ്ഞ് അമേരിക്ക വിദ്യാഭ്യാസ വായ്പയുടെ പലിശ കുറച്ചു എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അതിനെ അന്വേഷിച്ച് പോയപ്പോ സംഗതി ശരിയാണ്. റഷ്യ അമേരിക്കയും തമ്മിൽ ഈ കാര്യത്തിൽ വലിയ മത്സരം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവര് ഈ സ്പുട്നിക് വിക്ഷേപിക്കുന്നത്. വൺ സ്മോൾ ബോൾ ഇൻ ദ എയർ, ഇറ്റ് ഡസ് നോട്ട് റേസ് മൈ അപ്രിഹെൻഷൻസ്, നോട്ട് വൺ അയോട്ട. ഇതായിരുന്നു അന്നത്തെ പ്രസിഡന്റ്, അമേരിക്കൻ പ്രസിഡന്റ് ഐസൻഹോവറുടെ മറുപടി. പക്ഷെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെങ്കിലും യഥാർത്ഥത്തിൽ ഐസൻഹോവർ മാത്രമല്ല, അമേരിക്കൻ ജനത മൊത്തത്തില് ഈ സംഭവത്തില് വളരെയേറെ ഉത്കണ്ഠാകുലരായിരുന്നു. തുടർന്ന് നടത്തിയ നടപടികളില് 1958 അവരുടെ ഡിഫൻസ് എഡ്യൂക്കേഷൻ ആക്ട് ഭേദഗതി ചെയ്യുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നതിനുള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസ ലോണിന്റെ പലിശ കുറച്ചത്. കേരളത്തിൽ ഇപ്പോ വിദ്യാഭ്യാസ ലോണിന്റെ പലിശ എന്ന് പറയുന്നത് 9% മുതൽ 13.5% വരെയാണ്. കാർഷിക ലോണിന്റെ പലിശ 4%. കേരളത്തിൽ കൃഷി അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അതിനോടുള്ള നമ്മുടെ സമീപനം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഈ 23-ാം തീയതി 2 ദിവസം മുമ്പ് വന്ന ഒരു വാർത്തയാണ്. നാഷണൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻസ് അവരുടെ BAMSന്റെ കരിക്കുലത്തില് ആസ്ട്രോളജി ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. സ്പുട്നിക് വിക്ഷേപിച്ച് ഏതാണ്ട് 60-70 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്ന് ഓർക്കണം. നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രബുദ്ധരായ സംസ്ഥാനം എന്നൊക്കെ നമ്മളെ അവകാശപ്പെടുന്ന നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ആസ്ട്രോണമിയും ആസ്ട്രോഫിസിക്സും പഠിക്കുന്നതിന് വേണ്ടത്ര അവസരങ്ങളില്ല. നമ്മുടെ കരിക്കുലത്തില് അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു തരത്തില് നമുക്ക് ആ വിഷയത്തെ ഒരു തരം ഭീതിയോടെയാണ് നമ്മൾ ഈ കോസ്മോളജിയെയും അതുപോലെ പരിണാമത്തെയൊക്കെ സമീപിക്കുന്നത്. നേരെ മറിച്ച് ആസ്ട്രോളജിയില് ജ്യോതിഷത്തില് ബിരുദം സമ്പാദിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും ഒക്കെ ധാരാളം സാധ്യതകൾ ഇപ്പോഴും നമ്മുടെ നാട്ടില് അവൈലബിൾ ആണ്. ഇത്രയും ആമുഖമായി ഞാൻ നമ്മുടെ നാട്ടിന്റെ ശാസ്ത്രത്തോടുള്ള ഒരു സമീപനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ആമുഖമായി പറഞ്ഞത്. ഇനി ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ഇത് നമ്മുടെ എൻലൈറ്റൻമെന്റ് പീരീഡിലെ പ്രസിദ്ധമായ ഒരു ചിത്രമാണ്. ആ കാലഘട്ടത്തില് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവുകൾക്ക് വിലക്ക് ഉണ്ടായിരുന്നു. അവ വിശുദ്ധമായിരുന്നു, സാധാരണക്കാർക്ക് അവ പ്രാപ്യമായിരുന്നില്ല. അപ്പൊ ഈ വിലക്കുകളെ മറികടന്നുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് എത്തി നോക്കുന്ന, ഒളിഞ്ഞു നോക്കുന്ന ഒരു മനുഷ്യന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് എൻലൈറ്റൻമെന്റ് കാലഘട്ടത്തിന്റെ ഒരു ഐക്കണായി മാറിയ ഒരു ചിത്രമാണ്. ഏതാണ്ട് 500 വർഷം തുടർച്ചയായി നമ്മൾ നടത്തിയ ഒളിഞ്ഞു നോട്ടത്തിന്റെ ഫലമായി നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പ്രപഞ്ച ചിത്രമാണ് ഇത്. ഒബ്സർവബിൾ യൂണിവേഴ്സ്. ഏതാണ്ട് 93 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് വ്യാസമുള്ള ഒരു സ്പെറിക്കൽ ഏരിയയില് വ്യാപിച്ചു കിടക്കുന്ന നമ്മുടെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള ചിത്രം. ഇത് ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഒബ്സർവ്ഡ് അല്ല, അത് ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധ്യത, അത് ദൃശ്യപ്രപഞ്ചം എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ശരിയായിരിക്കില്ല. നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന ഒരു ഏരിയയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത് നോൺ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗാലക്സികളാണ്. നമുക്കറിയാം ഇത് 13.8 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് ഒരു സിംഗുലാരിറ്റിയിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്കറിയാം. ആ സിംഗുലാരിറ്റിയുടെ ഒരറ്റത്ത് നമ്മൾ കാണുന്നത്, ഇങ്ങേ അറ്റത്ത് നമ്മൾ കാണുന്നത് മനുഷ്യന്റെ ജ്ഞാനം, മനുഷ്യന്റെ അറിവ് നിർമ്മിച്ച് അയച്ചിട്ടുള്ള ഒരു ബഹിരാകാശ ദൗത്യമാണ് വിൽക്കിൻസൺ
അനിസോട്രോപ്പി പ്രോബ്. അതായത് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ബിഗ് ബാങ് എന്ന് പറയുന്ന ആ വികാസ പ്രക്രിയ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി മനുഷ്യൻ അയച്ചിട്ടുള്ള ഒരു പ്രോബാണ് ഇങ്ങേയറ്റത്ത് നമ്മൾ കാണുന്നത്. പ്രപഞ്ചത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന പശ്ചാത്തല വികിരണങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിസോട്രോപ്പി ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഈ പ്രോബ് അയച്ചത്. അത് 2001 മുതൽ 2010 വരെ ഓപ്പറേറ്റീവ് ആയിരുന്നു. അപ്പൊ അതിൽ നിന്ന് കിട്ടിയ ഡേറ്റ ഉപയോഗിച്ച്, ആ ഡേറ്റ പറയുന്നത് ഈ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പ്രപഞ്ചത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഒരേ അളവിലാണ് വരുന്നത്, അതിൽ അനിസോട്രോപ്പി ഇല്ല. അപ്പൊ നമ്മുടെ ബിഗ് ബാങ്ങിന്റെ ഒരു സ്ഥിരീകരണം, പ്രധാനപ്പെട്ട സ്ഥിരീകരണമായിരുന്നു ഈ പരീക്ഷണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിംഗുലാരിറ്റിയെ നമുക്ക് വിശദീകരിക്കാനാവില്ല. കാരണം അത് നമ്മുടെ ഫിസിക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ നോളജിന്റെ പുറത്താണ് അതുള്ളത്. അവിടെ നിന്ന് അത് വികസിക്കുകയാണ്. അപ്പോൾ എവിടേക്ക് വികസിച്ചു, അതോ അതിനു മുൻപ് എന്തായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് മറുപടിയില്ല. കാരണം സ്ഥലവും കാലവും ദ്രവ്യവും ഈ സിംഗുലാരിറ്റിക്കുള്ളിൽ ആയിരുന്നു. അപ്പൊ എക്സ്പാൻഷൻ നടന്നത് സ്ഥലത്തിനും കാലത്തിനും ദ്രവ്യത്തിനും ഒരുമിച്ചാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പുറത്ത് അല്ലെങ്കിൽ അതിനു മുൻപ് എന്ന ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇന്ന് അതിനെക്കുറിച്ച് നൽകാൻ കഴിയുന്ന ഒരു ലോജിക്കൽ റീസണിങ്. പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്, അത് നമുക്ക് അറിയാൻ കഴിയാത്തതിന്, ഇപ്പോ ഒരു ഇത് പറഞ്ഞാലും നമ്മുടെ ഈ പ്രോബ് ഇത് മനുഷ്യന്റെ അറിവിന്റെ ഒരു സൃഷ്ടിയാണ്, മനുഷ്യബോധത്തിന്റെ ഒരു സൃഷ്ടിയാണ്. ഇത് ആ സിംഗുലാരിറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യമല്ല. 13.8 ബില്യൺ വർഷം കൊണ്ട് അതിൽ നിന്ന് പരിണമിച്ചുണ്ടായ ഒരു പ്രതിഭാസമാണ് ഇപ്പുറത്ത് വന്നു നിന്ന് അതിനെ തന്നെ നോക്കി കാണുന്നത്. സ്വയം അതിന്റെ ഭൂതകാലത്തിലേക്ക്, മനുഷ്യന്റെ ജ്ഞാനം അതിന്റെ ഭൂതകാലത്തിലേക്കാണ് നോക്കുന്നത്, അതിനെയാണ് പഠിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നമ്മളുടെ ഈ ജ്ഞാനവും അത് നമുക്ക് ജ്ഞാനം സാധ്യമാക്കിയ സവിശേഷതകളും ഈ സിംഗുലാരിറ്റി അതിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള സ്ഥലകാല സാഹചര്യങ്ങളിൽ അതിൻ്റെ ഉള്ളിലുള്ള ദ്രവ്യവുമായി പ്രതിപ്രവർത്തിച്ചുകൊണ്ടാണ് ഈ നമ്മുടെ ജ്ഞാന സമ്പാദനത്തിനുള്ള ശേഷി വളർന്നു വന്നത്. അപ്പൊ അതിന്റെ പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ജ്ഞാന പ്രക്രിയയുടെ തന്നെ അതിനെ അതിക്രമിച്ചുകൊണ്ടേ അത് സാധിക്കൂ എന്നുള്ളത് ആണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ അത് നമുക്ക് അൺനോവബിൾ ആയിരിക്കും ഈ ഒരു സാഹചര്യങ്ങൾ. ഇതിനുള്ളിലുള്ള ഈ അറിവ് കൊണ്ട് നമ്മൾ തൃപ്തിപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ പേഴ്സണലായിട്ട് കരുതുന്നത്. ഇത് ആ മൈക്രോവേവ് അനിസോട്രോപി പ്രോബിന്റെ അതിൻ്റെ ഒരു രേഖ ആണ്. അതിനെക്കുറിച്ച്, ഈ കാര്യത്തെക്കുറിച്ച് പിന്നെ സ്റ്റീഫൻ ഹോക്കിങ് ഒരു അഭിപ്രായം പറയുകയുണ്ടായി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ. അതായത് ഈ ഗ്രേറ്റ് യൂണിഫിക്കേഷൻ തിയറി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ ഇസ് ലൈക്ക് എ മാൻ ഗോയിങ് അപ്പ് എ ലാഡർ ടു സീ ഹിംസെൽഫ് ഫ്രം എബവ്. തന്നെ മുകളിൽ നിന്ന് കാണുന്നതിന് വേണ്ടി കോണി കയറി പോകുന്ന ഒരു മനുഷ്യനോട് അദ്ദേഹം അതിനെ ഉപമിക്കുകയുണ്ടായി. അത് നമുക്ക് നമ്മെ തന്നെ ആ പ്രക്രിയയെ, ജ്ഞാന പ്രക്രിയയെ അതിക്രമിച്ചുകൊണ്ടുള്ള അറിവ് അസാധ്യമാണെന്നാണ് അദ്ദേഹം അതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ഈ നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് ഗാലക്സികളാണ്. നമ്മൾ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരം, അതില് ഒബ്സർവബിൾ യൂണിവേഴ്സില് സെവറൽ ബില്യൺ ഗാലക്സികൾ ഉണ്ടെന്നാണ്. കൃത്യമായ കണക്ക് പറയാനാവില്ല. ഇത് നമ്മുടെ ഗാലക്സിയാണ്. മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി ഏതാണ്ട് 1,00,000 പ്രകാശവർഷം വ്യാപിച്ച് കിടക്കുന്ന വിസ്താരത്തില് റേഡിയസ് ഡയമീറ്ററുള്ള ഏതാണ്ട് 1000 ലൈറ്റ് ഇയറോളം തിക്നെസ് ഉള്ള ഒരു റിംഗ് ഷേപ്പിനകത്ത് ചിതറിക്കിടക്കുന്ന 10,000 കോടി മുതൽ 10 ബില്യൺ മുതൽ 40 ബില്യൺ വരുന്ന നക്ഷത്രങ്ങളുടെ ഒരു മഹാ
സഞ്ചയം. അതാണ് നമ്മുടെ ഗാലക്സി. അതിന്റെ കേന്ദ്രത്തിൽ നിന്ന് ഏതാണ്ട് 30,000 പ്രകാശവർഷ അകലെയായിട്ട് ഇതിലുള്ള ഈ 10 ബില്യൺ മുതൽ 40 ബില്യൺ വരെ നക്ഷത്രങ്ങളുള്ള ആ ഗാലക്സിയിലെ ഒരു നക്ഷത്രമായ നമ്മുടെ സൂര്യനും അതിൻ്റെ കുടുംബവും നമുക്ക് നിരീക്ഷിക്കുമ്പോൾ, നമ്മൾ പ്രപഞ്ചം നിരീക്ഷിക്കുമ്പോൾ ഈ ഗാലക്സിയാണ് നമുക്ക് പ്രധാനമായിട്ടും ദൃശ്യമാകുന്നത്. ഒരു സന്ധ്യ, ഒരു രാത്രി, തെളിഞ്ഞ ഒരു രാത്രി, നിലാവില്ലാത്ത ഒരു രാത്രി, ലൈറ്റ് പൊല്യൂഷൻ ഇല്ലാത്ത ഒരു രാത്രി നമ്മൾ ആകാശത്തിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് ഈ ഗാലക്സിയിലുള്ള നക്ഷത്രങ്ങളാണ്. അതിൻ്റെ കുടുംബത്തിന്റെ ഒരു രൂപരേഖയാണ് ചിത്രത്തിലുള്ളതിൻ്റെ വരെയുള്ള 8 ഗ്രഹങ്ങള്, അതിനുള്ളിൽ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ്. ഇതാണ് അതിൻ്റെ ആദ്യത്തെ സാമ്രാജ്യത്തിന്റെ, നമ്മുടെ സൂര്യ സാമ്രാജ്യത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയാം. നെപ്റ്റ്യൂണിനപ്പുറത്തേക്ക് നമ്മൾ ഏതാണ്ട് ഇപ്പൊ 4000-ഓളം വസ്തുക്കളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ് എന്നാണ് പറയുക. ആദ്യം കണ്ടുപിടിച്ച കുറെ വസ്തുക്കൾക്ക് നമ്മൾ പേര് നൽകി. പക്ഷെ പിന്നീട് ഇതിന്റെ എണ്ണം വർദ്ധിച്ചു. ഇപ്പൊ നമ്പറാണ് നൽകുന്നത്. 1000-ൽ താഴെയാണ് ഇപ്പൊ നമ്പറിങ് സാധ്യമായിട്ടുള്ളൂ. ഇനി 3000 എണ്ണത്തിനെ നമ്പർ ചെയ്തുകൊണ്ടിരിക്കും. നമ്പർ ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ്, അതിന്റെ വെലോസിറ്റി, അതിന്റെ പീരിയഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് അത് നമ്പർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ പ്രോസസ് ഇങ്ങനെ പതുക്കെ പോകുന്നത്. അപ്പൊ അവിടെ ഈ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് അത് ലക്ഷക്കണക്കിന് ഉണ്ടാകാം. അതിന്റെ ഒരു അതിർത്തിയിൽ നിന്നാണ് അടുത്ത സെക്ഷൻ തുടങ്ങുന്നത്. അതിനെയാണ് നമ്മൾ കുയിപ്പർ ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. അത് നമ്മുടെ ആസ്ട്രോയിഡ് ബെൽറ്റ് പോലെ കുറെ കൂടി വിശാലമായ ഒരു പ്രദേശത്ത് ചിതറിക്കിടക്കുന്ന പാർട്ടിക്കിൾസ്, അതില് മഞ്ഞ് മൂടിയ ചില ഖണ്ഡങ്ങള് ഒക്കെയാണ് അതിനകത്ത് ഉള്ളത്. നമ്മുടെ സൗരയൂഥത്തിന്റെ മൊത്തത്തിലുള്ള ഒറിജിൻ പരിശോധിച്ചാൽ ഇതിനൊക്കെ നമുക്ക് ഏതാണ്ടൊരു വിശദീകരണം കിട്ടും. ഒരു വലിയ ഒരു ജയന്റ് മോളിക്കുലർ ക്ലൗഡ്, ലൈറ്റ് ഇയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കിടന്ന ഒരു വലിയ ജയന്റ് മോളിക്കുലർ ക്ലൗഡിന്റെ ഒരു പ്രദേശത്തുണ്ടായ ഗ്രാവിറ്റേഷണൽ പെർട്ടർബേഷൻ മുഖേന അതിന്റെ ഒരു ഭാഗം കൊളാപ്സ് ചെയ്ത് അത് ഭ്രമണം ചെയ്യാൻ ആരംഭിക്കുകയും അതിന്റെ കേന്ദ്രമാണ് സൂര്യനായി മാറിയത്. അതിന്റെ മധ്യരേഖാ തലം, ആ തലം ഫ്ലാറ്റൻ ചെയ്ത് അത് ചെറിയ ശകുലങ്ങളായി വേർപിരിഞ്ഞ് പിന്നീട് തണുത്തപ്പോ അവ പതുക്കെ കൂടിച്ചേർന്ന് കുറച്ചുകൂടി വലിയ പീസസ് ആയി, വീണ്ടും വലിയ പീസസ് ആയി ഗ്രഹങ്ങൾ രൂപീകരിച്ചു. അങ്ങനെ രൂപീകരിക്കാൻ കഴിയാത്ത ഒരു പ്രദേശം ആസ്ട്രോയിഡ് ബെൽറ്റായി മാറി. അതിന്റെ പുറത്തുള്ളത് ഈ കുയിപ്പർ ബെൽറ്റായി. അങ്ങനെ ആണ് ആ ട്രാൻസ് നെപ്റ്റ്യൂണിയൻ ഒബ്ജക്ട്സ് ആയിട്ട് അതങ്ങനെ നിലനിൽക്കുകയാണ്. അത് നമ്മുടെ സോളാർ എംപയർ അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാല്, സൂര്യനിൽ നിന്ന് വരുന്ന കോസ്മിക് വിൻഡ്, പുറത്തേക്ക് നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുന്ന കോസ്മിക് വിൻഡ്, അത് അവസാനിക്കുന്ന സ്ഥലത്തിനെയാണ് നമ്മൾ ഹീലിയോപോസ് എന്ന് വിളിക്കുന്നത്. തരംഗ സാമ്രാജ്യത്തിന്റെ അവസാനം എന്ന് പറയാം. പിന്നീട് അങ്ങോട്ടും കിടക്കുന്നുണ്ട് പദാർത്ഥവും, അതുപോലെ തന്നെ പിന്നെ പദാർത്ഥ സാമ്രാജ്യവും ഗുരുത്വ ആകർഷണ സാമ്രാജ്യവും അത് പിന്നെയും പുറത്തേക്ക് കിടക്കുന്നുണ്ട്. 1000-100 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1500 കോടി കിലോമീറ്റർ വരെയാണ് ഈ ഹീലിയോപോസ് വരുന്നത്. അത് കഴിഞ്ഞിപ്പോ നമ്മളെ ഒരു 4 ഉപഗ്രഹങ്ങള് നമ്മൾ അയച്ച പ്രോബുകള് ഇത് കടന്നു പോയിട്ടുണ്ട്. വോയേജർ 1, വോയേജർ 2, പയനിയർ 10, പയനിയർ 11, അങ്ങനെയുള്ളതെല്ലാം ആ ഹീലിയോപോസ് കടന്നു പോയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ളത് ഈ ചിത്രം സ്കെയിലിലല്ല ഉള്ളത്. 100, 1000, 10,000, ലക്ഷം ആസ്ട്രോണമിക്കൽ യൂണിറ്റ്സ് ആയിട്ടാണ് ഇത് വർദ്ധിച്ചു പോകുന്നത്. ആ പ്രദേശത്ത് 1000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് മുതൽ 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രദേശത്തെയാണ് ഊർട്ട് ക്ലൗഡ് എന്ന് പറയുന്നത്. അവിടെ നിന്നൊക്കെയാണ് ഈ ധൂമകേതുക്കള് വഴിതെറ്റി ഗ്രാവിറ്റേഷണലായ വിക്ഷോഭങ്ങള് ഭാഗമായിട്ട് നമ്മുടെ സൗരയൂഥത്തിലേക്ക് വിരളമായിട്ട് ചില അതിഥികൾ വന്നു പോകാറുണ്ട്. 1,00,000 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 1.5 ലൈറ്റ് ഇയർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഊർട്ട് ക്ലൗഡ്. അത് സ്ഫെറിക്കലാണ്. ഇതുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഒരു
ഏതാണ്ട് ഒരു 2 ഡയമെൻഷനൽ ഒരു റിങ് പോലെ ഒരു പ്രതലത്തിലാണ് കിടന്നതെങ്കിൽ ഇത് ഏതാണ്ട് സൂര്യനെ ചുറ്റി ഒരു സ്പെറിക്കൽ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ഏതാണ്ട് ഒന്നര ലൈറ്റ് ഇയർ എത്തുമ്പോൾ നമ്മുടെ സൂര്യന്റെ സാമ്രാജ്യം എംപയർ ഓഫ് സൺ അവസാനിക്കുകയാണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് തൊട്ടടുത്ത ഒരു നക്ഷത്രാന്തരീയ സ്ഥലമുണ്ടാകും, അതിനപ്പുറത്ത് അടുത്ത നക്ഷത്രത്തിന്റെ ഏരിയ. ഇങ്ങനെയാണ് നമ്മുടെ സൗരയൂഥത്തിന്റെ ഒരു കിടപ്പ്. ഈ സൗരയൂഥത്തിൽ നിന്ന് നമ്മൾ കാണുന്ന നക്ഷത്രങ്ങളെല്ലാം തന്നെ നമ്മുടെ ഗാലക്സിയിലുള്ളതാണെന്ന് ഞാൻ പറയുകയുണ്ടായി. അത് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്ന, നെയ്ക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയുന്ന ഏറ്റവും ദൂരെയുള്ള വസ്തു എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടടുത്ത ഗാലക്സിയായ ആൻഡ്രോമീഡ ഗാലക്സിയാണ്. അത് ഏതാണ്ട് 2.5 മില്യൺ ലൈറ്റ് ഇയേഴ്സ് എവയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉള്ളിൽ കാണുന്നത് എല്ലാം തന്നെ ഈ ഗാലക്സിയുടെ, അതിൻ്റെ ഉള്ളിൽ കാണുന്നതെല്ലാം തന്നെ ഈ ഗാലക്സിയിൽ ഉള്ളിലുള്ള നക്ഷത്രങ്ങളാണ്. അത് ഏതാണ്ട് ഒരു ആരോഗ്യകരമായ ഒരു കാഴ്ചയുള്ള ഒരാൾക്ക് ഒരു രാത്രി ഏതാണ്ട് രാത്രി മുഴുവൻ ഇരുന്നാൽ സന്ധ്യാകാശവും പ്രഭാതാകാശവും വരെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങളോടെയാണ് കാണാൻ കഴിയുക. അത് നമ്മൾ ഒരു ചെറിയ ടോയ് ബൈനോക്കുലർ ഉപയോഗിച്ച് നോക്കിയാൽ പോലും നമ്മുടെ കൗണ്ടിങ് കപ്പാസിറ്റിയുടെ മുകളിൽ മൊത്തം നക്ഷത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ആൻഡ്രോമീഡ ഗാലക്സി. ആ ഗാലക്സിയെ വിസിബിൾ ആവുന്നത് ഇങ്ങനെയുള്ള ഒരു സ്റ്റെല്ലാർ കോൺസ്റ്റലേഷന്റെ ഉള്ളിലൂടെയാണ്. അതുകൊണ്ടാണ് അതിന് ആൻഡ്രോമീഡ എന്ന് പേര് വന്നിട്ടുള്ളത്. M31 എന്ന് പറയുന്ന ആ ഒബ്ജക്റ്റ്, അതിനെ നമുക്ക് തെളിഞ്ഞ ആകാശത്ത് നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഇവിടെ ഇനി ഈ നമ്മുടെ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടുള്ള സ്റ്റെല്ലാർ ഒബ്സർവേഷനിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സൂര്യനും അതില് നമുക്ക് വിസിബിൾ ആയിട്ടുള്ള 5 ഗ്രഹങ്ങളാ ഉള്ളത്. ചന്ദ്രനും ഈ സൂര്യന്റെ ഒരു ഇക്വേറ്ററിലൂടെ, മധ്യരേഖാ തലത്തിലൂടെയാണ് ആകാശത്തിൽ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നുന്നത് നമ്മളെ ഭൂമിയെ ചുറ്റുകയാണ് എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ഈ സൂര്യൻ ഈ ഒരു പ്രദക്ഷിണം, ഇതിനെ നമ്മളെ എക്ലിപ്റ്റിക് എന്ന് വിളിക്കും, മലയാളത്തിൽ ക്രാന്തി വൃത്തം എന്ന് പറയും. ആ വൃത്തത്തിലൂടെയാണ് ഈ ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യനെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലം അത് നമ്മൾ തുടർച്ചയായി നിരീക്ഷിച്ചിട്ടാണ് ഈ സൂര്യ മധ്യരേഖാ തലത്തിലൂടെ ഈ ഗ്രഹങ്ങളുടെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും ഭ്രമണം നിരീക്ഷിച്ചിട്ടാണ് ആദ്യകാല മനുഷ്യര് കാലഗണന നടത്തിയിരുന്നത്. സൂര്യന്റെ മധ്യരേഖാ തലമാണ് കാണുന്നത്. അപ്പൊ ആ സൂര്യ മധ്യരേഖാ തലത്തിന് പുറത്തു കിടന്ന നക്ഷത്രങ്ങളെ ഈ ഭ്രമണം, ഈ ഗ്രഹങ്ങളുടെ ഭ്രമണം നമുക്ക് പോയിന്റ് ഔട്ട്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി അവിടെ കിടന്ന നക്ഷത്രങ്ങളെ, അതായത് ഈ സൂര്യ മധ്യരേഖാ തലം, അതിലൂടെ ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ ഭ്രമണപഥം, അതിന്റെ ഫോർമേഷൻ തന്നെ നമ്മൾ ഓർത്താൽ മതി. സൂര്യൻ ഫോം ചെയ്തത് ഒരു മോളിക്കുലർ ക്ലൗഡാണ്. അതിന്റെ മധ്യരേഖാ തലത്തിൽ തന്നെ ആയിരിക്കും ഏതാണ്ട് വലിയ വ്യത്യാസമില്ലാതെ ഗ്രഹങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിന് പുറത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിനെ ഇങ്ങനെ ചില രേഖാചിത്രങ്ങൾ ഉണ്ടാക്കി ആ സ്ഥാനങ്ങളെ ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ 360 ഡിഗ്രിയെ നമ്മൾ 30 ഡിഗ്രിയുള്ള 12 പീസുകളാക്കി മുറിച്ചിട്ട് അവിടെ ഗ്രഹങ്ങളുടെ സ്ഥാനം അതിനനുസരിച്ച് മാർക്ക് ചെയ്യാൻ കഴിഞ്ഞു. അത് ആക്ച്വലി 30 ഡിഗ്രി ഒന്നും അല്ല കിടക്കുക. അപ്പോൾ അത് ഏതാണ്ട് മോർ ഓർ ലെസ് ഇത്രയേ ഉള്ളൂ. ചിലത് 40, 50, 60 ഡിഗ്രി വരെയൊക്കെ പോകുന്നതുണ്ട്. ചിലത് 10, 20 ഡിഗ്രിയിൽ ഒതുങ്ങുന്നതുണ്ട്. പക്ഷെ അപ്പൊ അതിന്റെ പരിസരങ്ങളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഈ ഭ്രമണത്തിന് എടുക്കുന്ന സമയം നിർണയിച്ചത്. ഇത് ഭാരതീയരെ, ഇത് ലോകത്തിലെ മൊത്തം ആളുകള് ഈ സൂര്യന്റെ ഭ്രമണം ഏറെ ഭാഗത്തും സൂര്യന്റെ ഭ്രമണമാണ് പരിഗണിച്ചതെങ്കിൽ 360 ഡിഗ്രി 365 ദിവസം കൊണ്ട് തിരിഞ്ഞു വരുന്നു.
ഒരു മാസം 30 ഡിഗ്രി, ആ ഒരു മാസം ഒരു രാശിയോടൊപ്പം നിൽക്കുന്നു. അങ്ങനെ കണക്കാക്കിയാണ് വർഷം നിശ്ചയിച്ചതെങ്കിൽ നമ്മൾ ഭാരതീയര് ചന്ദ്രന്റെ ഭ്രമണപഥമാണ് എടുത്തത്. അത് കുറെ കൂടി വിസിബിൾ ആണ്, കുറെ കൂടി എളുപ്പമായതുകൊണ്ട്, അത് തന്നെയല്ല കുറെ കൂടി വേഗത്തിലായതുകൊണ്ട് 27 നക്ഷത്ര സമൂഹങ്ങളായിട്ട് ഈ നേരത്തെ പറഞ്ഞ ആ സൂര്യപഥത്തെ തന്നെ മുറിച്ചിട്ട് ഓരോ ദിവസങ്ങൾ ആ 27 കഷണങ്ങൾ ഏതാണ്ട് 30 ദിവസത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ അവർക്ക് പറ്റിയ ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് 360 ഡിഗ്രി തിരിയാൻ സൂര്യൻ 365 ദിവസം എടുക്കുന്നു. അതുപോലെ 30 ദിവസമുള്ള ഒരു മാസം, അതിന് ചന്ദ്രൻ 27 ദിവസം എടുക്കുന്നു. അപ്പൊ ഈ ഒരു കണക്ക് ആയിട്ട് അവർക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. ഇതിനെ തമ്മിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു തരത്തിലും കഴിഞ്ഞില്ല. കാരണം ഈ പ്രപഞ്ചം മൊത്തത്തില് വളരെ ഇന്റലിജന്റ് ആയ ഒരു ഡിസൈനർ സൃഷ്ടിച്ചതാണെന്നും അതിലെ ചലനങ്ങളും അതിലെ രൂപങ്ങളുമൊക്കെ പെർഫെക്റ്റ് ആണെന്നും അങ്ങനെ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് അവർ ഇതിനെ സമീപിച്ചത്. അപ്പൊ ഈ 365 ദിവസവും 360 ഡിഗ്രിയും അതുപോലെ 27 ദിവസവും 30 ദിവസവും ആ 30 ദിവസവും 12 മാസവും ഇത് തമ്മിൽ പൊരുത്തപ്പെടുത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല. അപ്പൊ അവരുടെ അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു തെറ്റ് ഈ ഇന്റലിജന്റ് ഡിസൈനർക്ക് വരാൻ സാധ്യതയില്ല എന്ന് അവർ ഉറപ്പിക്കുകയും നമ്മുടെ നിരീക്ഷണത്തിന്റെ തകരാറാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല് സൂര്യനും ചന്ദ്രനും ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെട്ടിട്ട് അത് തിരിച്ച് അതേ പോയിന്റിൽ രണ്ടും എത്തുന്ന ഒരു സമയമുണ്ടോ എന്നായിരുന്നു ഒരന്വേഷണം. അപ്പൊ 27 × 365 ദിവസത്തിനുള്ളിൽ ഇത് ഒരു ഭ്രമണം പൂർത്തിയാക്കും. അപ്പൊ അവര് തലമുറകള് കടന്നുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. പക്ഷെ അവിടെയും ഇത് കോയിൻസൈഡ് ചെയ്തില്ല. കാരണം 365.25 ദിവസം എടുക്കുന്നുണ്ട് സൂര്യൻ, ചന്ദ്രൻ 27 ദിവസം എന്നുള്ളത് ഫ്രാക്ഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം ഫ്രാക്ഷൻ ദശാംശ സമ്പ്രദായം ഇങ്ങേ അറ്റത്താ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ആ BC-യിലൊന്നും അതില്ല. ഈ ദശാംശ സമ്പ്രദായം ഇല്ലാതെ ഇതിനെ പൊരുത്തപ്പെടുത്തുന്നതിന് വേണ്ടി അന്ന് അവർ ഫ്രാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ചില പ്രത്യേക രീതിയിലാണ്. നമുക്ക് ഒന്ന് എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലല്ല ഫ്രാക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നടത്തിയ അതികഠിനമായ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നുള്ള ജ്യോതിശാസ്ത്രം. ശരിക്കും ഇത് 30 ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു ഭ്രമണം പൂർത്തിയാക്കുകയും 360 ദിവസം കൊണ്ട് കൃത്യമായിട്ട് സൂര്യൻ ഒരു ഭ്രമണം പൂർത്തിയാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ആസ്ട്രോണമിയോ ആസ്ട്രോഫിസിക്സോ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ നിരീക്ഷണം ഒരു നിശ്ചിത കാലം കഴിഞ്ഞപ്പോൾ ഈ നിരീക്ഷണം കാലം കണക്കാക്കുന്ന ആളുകൾക്ക് കാലത്തെ സ്വാധീനിക്കാൻ കഴിയും എന്ന ഒരു ചിന്ത വരികയും മനുഷ്യരുടെ ഭാവി ഭാഗധേയങ്ങള് നിശ്ചയിക്കുന്നതിന് വേണ്ടി ഈ സമ്പ്രദായത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അപ്പൊ അവര് ആ നേരത്തെ കണ്ട ഈ ലോകത്തും പലയിടത്തും ഇത് വൃത്താകൃതിയിലാണ് വരച്ചു വെച്ചതെങ്കിൽ നമ്മള് ഇതിനെ ചതുരാകൃതിയിലാണ്, 12 രാശികളാണ് കാണുന്നത്. മധ്യരേഖ സൂര്യപഥത്തിന് പുറത്ത് കിടക്കുന്ന നക്ഷത്രങ്ങളുടെ 30 ഡിഗ്രി വരുന്ന നക്ഷത്ര സമൂഹങ്ങളുടെ ഗ്രൂപ്പാണ് അവിടെ മീനം മുതല് കുംഭം വരെ കിടക്കുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞാൽ ഇതിന്റെ കേന്ദ്രത്തിലുള്ളത് ഭൂമിയാണ്. നമ്മുടെ കലണ്ടറുകളും പഞ്ചാംഗങ്ങളും ഇപ്പോഴും പിന്തുടരുന്നത് ഭൂകേന്ദ്ര സിദ്ധാന്തമാണ്. ആ സൂര്യകേന്ദ്ര സിദ്ധാന്തം ഈ കേന്ദ്രത്തിൽ നിന്ന് ഭൂമിയെ മാറ്റി അവർക്ക് ഇതുവരെ പരിഷ്കരിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ സർക്കാർ കലണ്ടറിലും ഇങ്ങനെ ഒരു സംഗതി കാണാം. അതിലിങ്ങനെ കുറെ അക്ഷരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതില് ഗുരു എന്ന് പറയുന്നത് വ്യാഴമാണ്, ശുക്രനാണ്, ശു എന്ന് പറയുന്നത് സ എന്ന് പറയുന്നത് സർപ്പനാണ്, രാഹു അതിനെ നമുക്ക് അങ്ങനെ ഒരു ഒബ്ജക്റ്റ് അവിടെ ഇല്ല. പിന്നെ കു എന്ന് പറയുന്നത് കുജനാണ്, മാ എന്ന് പറയുന്നത് ഗുളികനാണ്. അതിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല, വേറെ ആർക്കും കാട്ടിക്കൊടുക്കാനും കഴിഞ്ഞിട്ടില്ല. ല എന്ന് പറയുന്നത് ലഗ്നമാണ്, രാ സൂര്യൻ, ചന്ദ്രൻ, മാ
എന്ന് പറയുന്നത് മന്ദൻ ശനി, ബുധൻ ചിഖി അത് കേതുവാണ്. അപ്പൊ ഈ സാധനങ്ങളുടെ ഭ്രമണം നോക്കിയാൽ ഇപ്പൊ ഗുരു എന്ന് പറയുന്നത് ഇപ്പൊ മുകളിലാണ് നിൽക്കുന്നത്, വ്യാഴം. അത് ഒരു വട്ടം കറങ്ങി വരണമെങ്കിൽ നമുക്കറിയാം 12 വർഷം കൊണ്ടാണ് വ്യാഴം ഒരു വട്ടം സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പക്ഷെ ഈ ഒരു 12 കലണ്ടർ എടുത്തു വെച്ചിട്ട് നിങ്ങൾ ഈ വ്യാഴത്തിന്റെ ഈ രാശികളിലൂടെയുള്ള സഞ്ചാരം നോക്കിയാൽ അത് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. എല്ലാ ഗ്രഹത്തിനും അതിന് ഭ്രമണം പൂർത്തിയാക്കണമെങ്കിൽ അതിന്റെ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണകാലത്തിലും വളരെ കൂടുതൽ ആവശ്യമായി വരുന്നുണ്ട് ഇതിനെ നമ്മൾ ഗ്രഹനില എന്നാണ് പറയുന്നത്. അത് ഗ്രഹത്തിന്റെ സ്ഥാനം. ഈ സ്ഥാനം അനുസരിച്ചാണ് ഭാവി ഭാഗധേയങ്ങൾ നിർണയിക്കുന്നത്. ഈ സ്ഥാനമാണ് പ്രധാനം എന്നാണ് അവര് പറയുന്നത്. അപ്പോ ഇത് ഇങ്ങനെ ഈ കാലം കൂടുതൽ എടുക്കാനുള്ള കാരണം ഇപ്പൊ ചൊവ്വയുടെ പദം നിരീക്ഷിച്ചാല് ചൊവ്വ കുറെ നേരം ഈ നക്ഷത്ര സമൂഹങ്ങളുടെ ഇടയിലൂടെ ഒരു ദിശയിൽ സഞ്ചരിച്ചതിന് ശേഷം അത് പിന്നോട്ട് തിരിഞ്ഞു നടക്കും. ഏതാനും ദിവസങ്ങളോളം പിന്നോട്ട് തിരിഞ്ഞ് സഞ്ചരിച്ചിട്ട് പിന്നെയാണ് പഴയ വഴിയിലൂടെ തുടരുക. അപ്പൊ ചൊവ്വ ഏതാണ്ട് ഒരു വർഷത്തിലെ ഒരു ഭ്രമണത്തിനിടെ ചൊവ്വ സൂര്യന് ചുറ്റും ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിനിടെ ഏതാണ്ട് 2 പ്രാവശ്യം ഇതുപോലെ തിരിഞ്ഞു നടക്കും. വ്യാഴം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിനിടെ സൂര്യന് ചുറ്റും വ്യാഴം ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നതിനിടെ 12 വട്ടം അത് തിരിഞ്ഞ് നടക്കും. ശനി 29 വട്ടം തിരിഞ്ഞു നടക്കും. അപ്പൊ ഈ തിരിഞ്ഞു നടക്കുന്ന കാലം കൂടി കണക്കിലെടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഭ്രമണകാലം യഥാർത്ഥത്തിൽ സൂര്യന് ചുറ്റുമുള്ള ഭ്രമണത്തിന്റെ എത്രയോ അധികം വരും. ഈ റിട്രോഗ്രേഡ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത് ഒട്ടേറെ കാലഘട്ടം വാനശാസ്ത്രജ്ഞന്മാരെ വല്ലാതെ കുഴക്കിയിട്ടുള്ള ഒരു പ്രതിഭാസമായിരുന്നു. അതിന് വിശദീകരണം കാണുന്നതിന് വേണ്ടി അവർ ഒരുപാട് അതികഠിനമായ മാനസിക വ്യായാമങ്ങളിൽ ഏർപ്പെട്ടു, നൂറ്റാണ്ടുകളോളം. ഒടുവില് കോപ്പർനിക്കസ് സൂര്യ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചതോടുകൂടിയാണ് ഈ പശ്ചാത്ഗമനം എന്ന് പറയുന്ന പ്രതിഭാസം ഒരു ഇല്യൂഷൻ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കുന്നില്ല, നമ്മുടെ തോന്നലാണ് എന്ന് മനസ്സിലായത്. ഒരു വർഷത്തില് വ്യാഴത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വ്യാഴം 12 വർഷം കൊണ്ടാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഭൂമി അതിനിടെ അതിനെ 12 വട്ടം കടന്നു പോകും വർഷത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ. അപ്പൊ ഭൂമി അതിനോട് സമീപിക്കുമ്പോൾ അത് നമ്മുടെ അടുത്തേക്ക് വരുന്നതായും ഭൂമി അതിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് നമ്മിൽ നിന്ന് അകന്നു പോകുന്നതായും നമുക്കുണ്ടാകുന്ന തോന്നലാണ് ഈ പശ്ചാത്ഗമനത്തിന് കാരണം. ഇതിനു പകരം ഭൂമി മാറ്റി സൂര്യൻ അവിടെ വെച്ച് കഴിഞ്ഞപ്പോ ആ പ്രശ്നം ഉണ്ടായില്ല. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ജ്യോതിഷം എന്ന് പറയുന്ന സംഭവം ഒരു തോന്നലിനെ, ഗ്രഹസ്ഥാനമാണല്ലോ. നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഗ്രഹസ്ഥാനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, അത് നമ്മുടെ തോന്നലാണ്. ആകാശത്തിൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും നമുക്ക് അതേപടി മുഖവിലേക്ക് എടുക്കാൻ കഴിയും. അത് പലതും റിഫ്ലക്ഷനാണ്, അല്ലെങ്കിൽ അത് പ്രതിച്ഛായയാണ്, അല്ലെങ്കിൽ നമ്മുടെ ചലനത്തിന്റെ ഒരു പ്രതിബിംബമായിരിക്കും ഇവിടെ കാണുന്നത്. അത് മനസ്സിലാക്കാതെ ആകാശത്തിലെ സ്ഥാനങ്ങളോ ആകാശത്തിലെ ചലനങ്ങളോ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങളായിരിക്കും. അപ്പൊ ഗ്രഹനിലയാണല്ലോ ജ്യോതിഷത്തിന്റെ ബേസ്. ആ ഗ്രഹനില എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ഥാനമാണല്ലോ. ആ സ്ഥാനം ഭൂമിയിൽ നിന്ന് നോക്കിയാല് നമുക്ക് കണ്ണുകൊണ്ട് കാണാനാവില്ല. അപ്പോ കാണുന്നത് ശരിയല്ല, മിഥ്യയായ സ്ഥാനങ്ങൾ. അപ്പൊ ഒരു മിഥ്യയായ സങ്കല്പത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം പറഞ്ഞാല് ഇത് വാസ്തവത്തിൽ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്, ആദ്യകാല ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് കൃത്യമായ സയൻസ് ആണത്. അത് കാലഗണനയ്ക്ക് ഉപകാരപ്പെടും. അപ്പൊ അത് ഇവിടെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് ഈ രാശികൾക്ക്, ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പദം, ആ പദത്തിൽ കിടക്കുന്ന രാശികൾക്ക് ആകൃതികൾ കൊടുത്തു. അത് ചിങ്ങം അല്ലെങ്കിൽ സിംഹം, കന്നി, കന്യ, ആ തരത്തില് മേടം, ഏരീസ്,
ആട്, ഈ തരത്തില് അതിന് ആകൃതികൾ കൊടുക്കുകയും ആ ആകൃതികൾ ഉള്ള ജീവികളുടെ സ്വഭാവം ആ രാശിയിൽ രാശി അധിപന്മാരായി വരുന്ന അങ്ങനെ ജനിക്കുന്ന ആളുകൾക്ക് ഈ ജീവികളുടെ സ്വഭാവം ഉണ്ടാകുമെന്നും അത് അവരുടെ ജീവിതത്തെ ആജീവനാന്ത കാലം സ്വാധീനിക്കും എന്നും അവർ ചിന്തിച്ചു. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാല് ഈ ആകൃതികൾക്ക് യാതൊരു അർത്ഥവുമില്ല. ഇതൊരു പർട്ടിക്കുലർ ലൈൻ ഓഫ് സൈറ്റിന്റെ മാത്രം കാര്യമാണ്. ഇപ്പൊ സിംഹം എന്ന് പറയുന്ന ആകൃതി നമ്മള് സൗരയൂഥത്തിന് പുറത്ത് ഇപ്പോ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്ന നക്ഷത്രത്തിൽ നിന്ന് നോക്കിയാൽ അങ്ങനെ ഒരു ആകൃതിയെ നമുക്ക് കാണാൻ കഴിയില്ല. അത് നമ്മുടെ ഇവിടെ നിന്നുള്ള ലൈൻ ഓഫ് സൈറ്റിൽ ആ നക്ഷത്രങ്ങളൊക്കെ എവിടെയൊക്കെയോ കിടക്കുന്ന നക്ഷത്രങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു ആകൃതി ഉണ്ടാക്കുന്നു. ആ ആകൃതിയിൽ അതിനകത്ത് ഒരു ജീവിയെ കാണുന്നു. ആ ജീവിക്ക് ഒരു സ്വഭാവം ഉണ്ടാകുന്നു. ആ സ്വഭാവം ഈ മനുഷ്യനിൽ ആരോപിക്കുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഈ സൗരയൂഥത്തിൽ നിന്ന് നോക്കുന്നതിന് പകരം നമ്മള് സൗരയൂഥത്തിൽ നിന്ന് തന്നെ നോക്കുകയാണെന്ന് വിചാരിക്കുക, വേറെ എവിടെയും പോകുന്നില്ല. ഇവിടെ തന്നെ നിന്ന് നോക്കിയാൽ ഏതാനും 1000 വർഷം കഴിയും. ഇപ്പൊ നമ്മുടെ ഓറിയൻ എന്ന് പറയുന്ന നക്ഷത്ര സമൂഹത്തിന്റെ ഏതാണ്ട് 50,000 BC മുതല് 50,000 AD വരെയുള്ള കാലത്തെ ചലനമാണ് ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് രേഖപ്പെടുത്തിയിട്ട് അതിന്റെ ആകൃതി സൈമുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ആ ആകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിയാൻഡർതാൽ മനുഷ്യന്മാർക്ക് ഒരു ആസ്ട്രോളജി ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മുടെ ആസ്ട്രോളജിയിൽ നിന്ന് എത്രയോ വിഭിന്നമായ ഒരു ആസ്ട്രോളജി, വിഭിന്നമായ ആകൃതിയോ ഒക്കെ ആയിരിക്കും അവര് കാണുക. അതായത് പ്രപഞ്ചത്തില് ഒരു കാര്യവും സ്ഥിരമായി നിൽക്കുന്നില്ല, എല്ലാം മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമുക്കറിയാം സൂര്യൻ 4.54 ബില്യൺ വർഷം. മറ്റൊരു പ്രശ്നം, ഈ ഗ്രഹങ്ങള് 2023 പോലും നമ്മൾ ആസ്ട്രോളജി പഠിക്കുന്നതിന് വേണ്ടി സമയവും വിഭവങ്ങളും ചിലവഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾക്ക് ഭൂമിയിൽ സ്ഥാനമാറ്റങ്ങൾക്കോ ഭൂമിയിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും സൃഷ്ടിക്കാനാവില്ല ഗ്രഹങ്ങൾക്ക്. കാരണം അത് ഒരുമിച്ച് രൂപം കൊണ്ടതാണ്. ആ ദ സിസ്റ്റം ഈസ് ഇൻ ഈക്വിലിബ്രിയം. അതിന്റെ സ്ഥാനമാറ്റം കൊണ്ട് ഭൂമിയിൽ എന്തെങ്കിലും പ്രഭാവം അതിന് സൃഷ്ടിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ദ സിസ്റ്റം കുഡ് ഹാവ് കൊളാപ്സ്ഡ്, എന്നേ കൊളാപ്സ് ചെയ്യായിരുന്നു. അത് സ്ഥിരമായി നിൽക്കുകയാണ്. 454 കോടി വർഷം മുൻപ് രൂപീകരിച്ച ആ സിസ്റ്റം അത് ഇന്നും ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അത് ഈക്വിലിബ്രിയത്തിലാണ്, ബട്ട് ഇറ്റ് ഈസ് മൂവിങ്. അതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും ഇറ്റ് ഈസ് ഇൻ ഡൈനമിക് ഈക്വിലിബ്രിയം. അതിലെ അംഗങ്ങളുടെ സ്ഥാനമാറ്റമോ ഭൂമിയെ അല്ലെങ്കിൽ ഭൂമിയിലെ മനുഷ്യരെയോ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഗ്രാവിറ്റി ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദയർ. ഗ്രാവിറ്റി ബാധിക്കുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും ഗ്രാവിറ്റി മാത്രമേ ഭൂമിയിൽ ബാധിക്കുകയുള്ളൂ. ഗ്രാവിറ്റിയുടെ ഒരു പ്രത്യേകത, അത് വളരെ വീക്കായ ഒരു ഫോഴ്സ് ആണ്. അത് വളരെ ലാർജ് ബോഡീസിൽ മാത്രമേ അത് ആക്ട് ചെയ്യുള്ളൂ. അത് വളരെ ലാർജ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യും, ലാർജ് ബോഡീസിൽ ആക്ട് ചെയ്യും, ബട്ട് ഇറ്റ് ഈസ് എ വീക്ക് ഫോഴ്സ്. അപ്പൊ അതുകൊണ്ട് മനുഷ്യനെ, ഇപ്പൊ നമ്മുടെ എർത്തിന്റെ ക്രസ്റ്റ് അതിന് വലിച്ചു പൊന്തിക്കാൻ കഴിയും. അതായത് സൂര്യനും ചന്ദ്രനും ഒരു വശത്ത് വരുമ്പോ അവിടെയുള്ള ലാർജ് വാട്ടർ ബോഡി, അത് ഒറ്റ ബോഡിയാണ്, അതിനെ വലിച്ച് ഒരല്പം പൊന്തിക്കാൻ കഴിയും. അതാണ് വേലിയേറ്റം ഉണ്ടാവുന്നത്. അപ്പൊ അങ്ങേ ഭാഗത്ത് അതിന് പിന്നെ ബാലൻസ് ചെയ്യുന്നതിന് അവിടെയും റിയാക്ഷൻ ഉണ്ടാകും. അതുപോലെ അവിടെ എർത്തിന്റെ സർഫസ്, അതിന്റെ ക്രസ്റ്റ് കുറച്ച് മുകളിലേക്ക് വരും, ആ ഒന്നിച്ചു വരുന്ന ആ പോയിന്റിൽ. അതല്ലാതെ ഭൂമിയിലുള്ള യാതൊരു വസ്തുക്കളെയും ആ ഗ്രാവിറ്റിക്ക് അഫക്ട് ചെയ്യാൻ കഴിയില്ല. ഇനി നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഗ്രാവിറ്റിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല, അത്ര ഫീബിളാണ്. ഗ്രാവിറ്റിയുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ അതിന്റെ ഒരു പ്രകടനം നമ്മൾ നോക്കിയാൽ, ഒരു ആപ്പിള്
അതിനെ വലിച്ചു താഴെ ഇടാൻ ഗ്രാവിറ്റിക്ക് കഴിയില്ല. ഭൂമി മൊത്തം ശ്രമിച്ചുകൊണ്ടിരിക്കുക, ഇതിനെ പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത് മൂത്ത് പഴുത്ത് അതിന്റെ ഞെട്ടറ്റ് പോകുന്നത് വരെ അത് അവിടെ നിൽക്കും. അപ്പൊ അത്ര വീക്കാണ് ഗ്രാവിറ്റിയുടെ ബലം. അതിന് താഴെ വീഴ്ത്തണമെങ്കിൽ ഭൂമി മൊത്തം ശ്രമിച്ചാലേ കഴിയുള്ളൂ. അത് ഒരു പക്ഷെ ശ്രമിച്ചാലും കഴിയില്ല, അതുകൂടി വിചാരിക്കണം, എന്നാലേ അത് കഴിയുള്ളൂ. ഞാൻ സാന്ദർഭികമായി കിട്ടിയ ഒരു ചിത്രം കൂടി എടുത്തിട്ടതാണ്. വൂൾസ്ത്രോപ്പില് സർ ഐസക് ന്യൂട്ടന്റെ ജനിച്ച വളർന്ന വീടാണ് ഇത് കാണുന്നത്. അതിന്റെ മുന്നിൽ ഉണങ്ങി നിൽക്കുന്നത് ഒരു ആപ്പിൾ മരമാണ്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഭൂമിയുടെ മുകളിലുള്ള ഭൂമി പിടിച്ചു വെച്ചിരിക്കുന്ന കടലാസ് കഷ്ണങ്ങളെ വലിച്ചെടുക്കുന്നത് ഒരു ചീപ്പിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. അപ്പൊ അത്ര വീക്കാണ് ഗ്രാവിറ്റി. അതിന് മനുഷ്യരുടെ മുകളിലോ അല്ലെങ്കിൽ ഈ സംഹിതയുടെ മുകളിലോ കാര്യമായ യാതൊരു സ്ഥാനവും ഒരു സ്വാധീനവും അതിന് നിർണയിക്കാൻ ആവില്ല. അപ്പൊ ഞാൻ ഒരറ്റം മുതല് ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തിയിട്ടുള്ളത്. പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം, അതുപോലെ ആസ്ട്രോണമിയെ കുറിച്ചും ആസ്ട്രോളജിയെ കുറിച്ചും ഒരു ചെറിയ വിശദീകരണമാണ് നടത്തിയത്. ഒരു ഓട്ടപ്പാച്ചിൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഏതായാലും ഇങ്ങനെ ഇതിനൊരു അവസരം തന്നതിന് ഒട്ടേറെ നന്ദി. നമസ്കാരം. എക്സലന്റ് പ്രസന്റേഷൻ. താങ്ക് യു ഏലിയാസ് സർ. വളരെ സിമ്പിൾ ആയിരുന്നു, വളരെ ക്ലാരിറ്റിയോട് കൂടി എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തോ അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹലോ സർ, ഞാൻ ശശിധരൻ. സർ വളരെ പ്രസന്റേഷൻ ആയിരുന്നു. ഒത്തിരി കാര്യങ്ങൾ, വളരെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ വളരെ കുറച്ച് സമയം കൊണ്ട് പ്രസന്റ് ചെയ്തു. സാർ, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത് നമ്മളുടെ ഈ നാൾ പൊരുത്തങ്ങൾ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്ക് ഈ മലയാളത്തിലെ 24 നാളുകളുണ്ടല്ലോ, അശ്വതി, ഭരണി, കാർത്തിക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും ഓരോ നാളുകൾ അതിന്റെ പാർട്ടായിട്ട് ഉണ്ട് തന്നെ. അപ്പം ഈ ഗ്രഹങ്ങളുടെ നില വെച്ചിട്ട് അതിന്റെ സ്വാധീനം നമുക്കുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പാരമ്പര്യത്തിലേക്ക് നമുക്ക് വന്നത്? നമുക്ക് ഈ നമ്മുടെ പേര് കൂടാതെ നമുക്ക് നാളും ഉണ്ട്. നമ്മൾ ജനിച്ച ദിവസം കൂടാതെ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റിക്ക് ഒരു പേരുണ്ട്. അതുകൂടാതെ നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്. അതും കൂടാതാണ് നമ്മൾക്ക് ആദ്യകാലങ്ങളിൽ ഈ പറഞ്ഞ പോലെ നാളെന്ന് പറയുന്ന ഒരു സാധനം. ഇപ്പം അശ്വതി, ഞാൻ ശശിധരൻ വീഡിയോ ഓൺ ചെയ്യാമോ? ഇപ്പൊ പേര് മാത്രമേ കാണുന്നു. ഹലോ, ഒരു സെക്കൻഡ്, ഞാൻ വീട്ടിലായിരുന്നു, ഒറ്റ സെക്കൻഡ്. ഹലോ സർ, കാണാതെ സർ? സർ, ശശിധരനാണ് സർ. ഞാൻ പറഞ്ഞ വെച്ചാല് നമുക്ക് ഈ പേര് പോലെ തന്നെ നാളുമുണ്ട്. അപ്പൊ ഈ നാള് എങ്ങനെയാണ് നമുക്കുണ്ടായത്? അതിന്റെ സ്വാധീനം നമ്മളിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പോലും അതിന് വളരെ പ്രാധാന്യമുണ്ട് താനും. പ്രത്യേകിച്ച് വിവാഹം, മറ്റു കാര്യങ്ങൾക്കൊക്കെയാണ് അത്. ഇവിടെ ഈവൻ മരണത്തിന് പോലും ഉണ്ട്. മരിച്ച ദിവസം എടുത്തിട്ട് നാള് നോക്കിയിട്ട് ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യണം. അപ്പൊ ഇതിന്റെ പ്രസക്തി ഈ കാലഘട്ടത്തില് ഒരു സയൻസിന്റെ കാഴ്ചപ്പാടിലൂടെ സാർ ഒന്ന് പറയുകയാണെങ്കിൽ നന്നായിരുന്നു. ഇത് രണ്ടും കൊണ്ട് നടക്കുന്നതിൽ ഇത് മൂന്നും കൊണ്ട്. ഇപ്പൊ നമുക്ക് ഇലക്ട്രിക് ബൾബ് ഉണ്ട്, എന്നാൽ പോലും നമ്മൾ വീടിന് മുറ്റത്ത്, വീടിന് മുൻവശത്ത് നിലവിളക്ക് കൊളുത്തി വെക്കാറുണ്ട്. നമുക്ക് ഇന്ന് ലൈറ്റർ ഉണ്ട്, തീപ്പെട്ടിയുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് ലൈറ്റ്നിങ് ഉപകരണങ്ങളുണ്ട്. എന്നാലും ചിലര് അരണി കടഞ്ഞ് തീ ഉണ്ടാക്കുന്നുണ്ട്.
എന്ന് പറഞ്ഞ പോലെയാണ് ഈ നമ്മുടെ ഇപ്പോ താങ്കളുടെ തലയ്ക്ക് പുറകിൽ തൂങ്ങിക്കിടക്കുന്ന കലണ്ടർ അവിടെ ഉണ്ട്, കയ്യിൽ വാച്ച് ഉണ്ട്, മൊബൈൽ ഫോൺ ഉണ്ട്. നമുക്ക് സമയത്തിന്റെ ഏറ്റവും ചെറിയ മാത്ര വരെ, അതുപോലെ കാലത്തിന്റെ വലിയ അളവുകൾ വരെ നമുക്ക് ആകാശം നോക്കാതെ കണക്കാക്കാൻ നമുക്ക് ഇന്ന് കഴിയും. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അത് കഴിയില്ലായിരുന്നു. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാല് അത് എന്നാണ് ആ കുട്ടി ജനിച്ചതെന്ന് പറയാൻ നമുക്കൊരു മാർഗം ഉണ്ടായിരുന്നുള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 27 ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു പ്രാവശ്യം ഈ രാശിചക്രത്തെ പ്രദക്ഷിണം ചെയ്തു വരും. അപ്പോ ആ കുട്ടി ജനിക്കുന്ന സമയത്ത് 27 നാളുകളാണ് ഉള്ളത്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി എന്ന് പറഞ്ഞ് രേവതി വരെ 27 നാളുകളാണ് ഉള്ളത്. അത് മുൻപ് 28 ഉണ്ടായിരുന്നു, പിന്നീട് 27 ആക്കിയതാണ് കണക്ക് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ചന്ദ്രൻ ഈ നേരത്തെ പറഞ്ഞ രാശികളിൽ ഏത് 27 നക്ഷത്രങ്ങളാണ് നമ്മൾ ആ രാശിചക്രത്തെ സൂര്യനെ ആസ്പദമാക്കിയുള്ള കാലഗണനക്കാര് 30 ഡിഗ്രി വീതമുള്ള 12 കഷ്ണമാക്കി വിഭജിച്ചെങ്കിൽ ഭാരതീയര് അതിനെ 13 പോയിന്റ് സംതിങ് ഡിഗ്രി വീതമുള്ള 27 കഷ്ണങ്ങളായി വീതിക്കുകയും ഓരോ കഷ്ണത്തിനും ഒരു പേരിടുകയും ചെയ്തു. അപ്പോ അശ്വതി നക്ഷത്രത്തിന്റെ അടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ആ കുട്ടി അശ്വതി എന്ന് നാള് കൊടുക്കും. തിരുവാതിര നക്ഷത്രത്തിന്റെ അടുത്താണ് ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ ഈ തിരുവാതിര നക്ഷത്രത്തിന്റെ അടുത്ത് ചന്ദ്രൻ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു തോന്നല് മാത്രമാണ്. തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് 600 പ്രകാശവർഷ അകലെയാണ്. ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ 9.5 ട്രില്യൺ കിലോമീറ്റർ ആണ്, 9.5 ലക്ഷം കോടി കിലോമീറ്റർ ആണ്. അങ്ങനെയുള്ള 600 പ്രകാശവർഷ അകലെയാണ് തിരുവാതിര ഉള്ളത്. നമുക്ക് ഇവിടെ ഒരു ലൈൻ ഓഫ് സൈറ്റിൽ അത് വരുന്നത് കൊണ്ട് അത് അതിന്റെ അടുത്ത് കാണുന്നു എന്ന് മാത്രം. അപ്പൊ അതുകൊണ്ട് അന്ന് ജനിക്കുന്ന കുട്ടിയുടെ നാള് തിരുവാതിര എന്ന് പറയും. ആ കുട്ടി ജനിച്ച് 28 കെട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. 28 ദിവസം കഴിയുമ്പോൾ അരയിൽ ഒരു ചരട് കെട്ടും. വീണ്ടും 28 ദിവസം കഴിയുമ്പോൾ ആ ചരടിന്റെ മുകളിൽ വേറൊരു കെട്ട് കെട്ടും. അങ്ങനെ കെട്ടുകൾ ഇട്ടിട്ട് പോകുക. അപ്പോൾ ഈ കുട്ടിയെ സ്കൂളിൽ ചേർക്കാനാവുക, അല്ലെങ്കിൽ കുട്ടിക്ക് ഹാർഡായ ഫുഡ് കൊടുക്കാൻ ആവുക, അതെപ്പോഴാണ് ഹാർഡ് ഫുഡ് കൊടുക്കേണ്ടി വരിക? അതിനൊക്കെ ചില സമയങ്ങൾ വേണം. കുട്ടിയെ ഒന്ന് ഓടി നടക്കാൻ പ്രായമായി കഴിഞ്ഞാൽ നമ്മൾ ചരട് പൊട്ടിച്ചു കളയും. അന്ന് പിന്നെ പ്രായം നോക്കേണ്ട കാര്യമില്ല. പണിയെടുക്കാൻ 6 വയസ്സ് 7 വയസ്സാകുമ്പോഴേക്കും കുട്ടി പണിയെടുക്കാൻ ശീലമാകും, അതിനുള്ള പ്രാപ്തിയാവും. പിന്നെ മരിക്കുന്നവരെ പണിയെടുക്കാം. അതിനിടയിൽ ഡേറ്റ് ഓഫ് ബർത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള അതൊക്കെ വലിയ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും മാത്രം ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. സാധാരണ ആളുകൾക്കൊന്നും ഈ സാധനങ്ങളൊന്നും ഉണ്ടായ അപ്പൊ അവരുടെ ഒരു ജന്മ കാലം നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ചിത്രം ഉണ്ടല്ലോ, അത് ഒരു പ്രകൃതി പ്രതിഭാസങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള കാലഗണനയ്ക്ക് അത് കൃത്യമാണത്. അതിലൊരു പോയിന്റില് ഈ ഗ്രഹങ്ങള്, ഈ 10 ഗ്രഹങ്ങളും ഈ രാശിയും ലഗ്നവും എല്ലാം കൂടി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ കാലം റിപ്പീറ്റ് ചെയ്ത് വരണമെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിയണം. അപ്പൊ ആ മാത്തമാറ്റിക്സ് വാസ് കറക്റ്റ്. പക്ഷെ ആ കറക്റ്റായ ഗണിതത്തെ നമ്മൾ ഇത്തരത്തിലുള്ള കുറെ വിശ്വാസങ്ങൾക്ക് കാരണം കണ്ടെത്താൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെ നമ്മുടെ ശാസ്ത്ര ഗവേഷണത്തിന്, നമ്മുടെ ശാസ്ത്ര പുരോഗതി എത്രയോ ആയിരക്കണക്കിന് വർഷം പിന്നിലായിപ്പോയി. നമ്മൾ ആസ്ട്രോണമിയുടെ ലൈനിൽ തന്നെ പോയിരുന്നെങ്കിൽ 3-ാം നൂറ്റാണ്ടില് BC 3-ാം നൂറ്റാണ്ടിൽ തന്നെ സാമൂസിലെ അരിസ്റ്റാർക്കസ് സൂര്യകേന്ദ്ര സിദ്ധാന്തം മുന്നോട്ട് വെച്ചതാണ്. അന്ന് അത് വെച്ചത് നമ്മൾ കേട്ടിരുന്നെങ്കിൽ ഇന്നിപ്പോ നമ്മള് നക്ഷത്രാന്തരീയ ദൗത്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ആഗോള ദമനത്തിന്റെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മള് പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടാകുമായിരുന്നു. ഇപ്പൊ നമ്മുടെ വാഹനം നമ്മുടെ വണ്ടി 1500 വർഷം പിന്നിലാണ് ഓടുന്നത്. അതിന് കാരണം ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഇനിയെങ്കിലും ഇതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മള് വസ്തുതകളെ സ്വീകരിക്കുക എന്നുള്ളത് മാത്രമേ അതിനൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ശശിധരൻ. അതുപോലെ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓ ഷുവർ. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സും വിസിബിൾ യൂണിവേഴ്സും തമ്മിലുള്ള വ്യത്യാസം, അത് മലയാളത്തിലേക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൃശ്യപ്രപഞ്ചം എന്ന രണ്ടിനും പറയുന്നത്, അത് കൺഫ്യൂഷൻ ഉണ്ടാക്കുമെന്ന്
പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്നും വിസിബിൾ യൂണിവേഴ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പക്ഷെ അതും യൂണിവേഴ്സിന്റെ ബിഗ് ബാങ് മുതൽ 13.8 ബില്യൺ ഇയേഴ്സ് മാത്രമേ ആയിട്ടുള്ളൂ. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ് ഒബ്സർവബിൾ യൂണിവേഴ്സും വിസിബിൾ യൂണിവേഴ്സും. അപ്പൊ അതെങ്ങനെയാണ് അത് മൂന്നും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയാം? നന്നായി ആ ചോദ്യം ചോദിച്ചത്, നല്ലൊരു ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് ഇന്ന് ഭൂമിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഏറ്റവും ദൂരെയുള്ള വസ്തു എന്ന് പറയുന്നത് 13.5 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു നക്ഷത്രമാണ്. പക്ഷെ ആ നക്ഷത്രത്തെ നമ്മൾ കാണുന്നത് 13.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപുള്ള അവസ്ഥയാണ്. ആ മുൻപുള്ള കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോ ആ പ്രകാശം നമ്മുടെ അടുത്ത് എത്തുന്നതിന് 13.5 ബില്യൺ വർഷം എടുത്തു. ഈ 13.5 ബില്യൺ വർഷക്കാലം ആ ഗാലക്സി എന്ത് ചെയ്യുകയായിരുന്നു? ഇറ്റ് വാസ് മൂവിങ് അവേ ഫ്രം അസ്. അത് മൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, അത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പ്രപഞ്ചം. ആ എക്സ്പാൻഷൻ അത് ദൂരേക്ക് പോകുന്നതിനനുസരിച്ച് ആ എക്സ്പാൻഷന്റെ വേഗത കൂടിക്കൊണ്ടിരിക്കും, ആക്സിലറേറ്റഡ് റേറ്റിലാണ്. ആ എക്സ്പാൻഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഹബിളിന്റെ ഫോർമുലയുണ്ട്. അപ്പൊ ഹബിളിന്റെ ഫോർമുല ഉപയോഗിച്ച് അതിൽ ചില ഗാലക്സികള് പ്രകാശവേഗതയെ മറികടന്നു പോകുന്നുണ്ടാവും. പ്രപഞ്ചത്തിനുള്ളിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ ഈ പ്രകാശവേഗത എന്ന് പറയുന്ന ലിമിറ്റ് ബാധകമാവുന്നുള്ളൂ. ഈ പ്രപഞ്ചത്തിന് മൊത്തത്തില് ആ പ്രകാശവേഗത എന്നുള്ള ലിമിറ്റ് ഒന്നുമില്ല. ഇപ്പൊ സം ഗാലക്സീസ് മേ ബി ഗോയിങ് ഫാർ എബവ് ലൈറ്റ് വെലോസിറ്റിയിലായിരിക്കും അത് പോകുന്നത്. അപ്പൊ ആ കാൽക്കുലേഷനില് ഈ ഗാലക്സികള് ഏറ്റവും ദൂരെ എത്തിയിട്ടുണ്ടാകാവുന്ന ഒരു പരിധിയാണ് നമ്മൾ ഈ 46.5 ബില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ 46 കൂട്ടുമ്പോൾ 93 ബില്യൺ ഇയേഴ്സ് ആണ് അതിന്റെ വ്യാസം പറയുന്നത്. അതാണ് ഒബ്സർവബിൾ യൂണിവേഴ്സ്. നമുക്ക് അത് ഒബ്സർവ് ചെയ്യാം വേണമെങ്കിൽ, അത്രയേ ഉള്ളൂ. വി ഹാവ് നോട്ട് യെറ്റ് ഒബ്സർവ്ഡ് ഇറ്റ്. അങ്ങനെയാണ് ഞാൻ അതിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രേ എനിക്ക് അതിൽ പറയാൻ കഴിയും. ഓക്കെ, താങ്ക് യു. അതായത് നമ്മള് 13.8 ബില്യൺ വർഷം സഞ്ചരിച്ച് ഇവിടെ എത്തിയ പ്രകാശം, ആ പ്രകാശം നമ്മൾ കാണിക്കുന്ന ഒബ്ജക്റ്റ് എന്താണെങ്കിലും ഗാലക്സി ആണെങ്കിലും അതിപ്പം 46 ബില്യൺ ലൈറ്റ് ഇയേഴ്സ് എവേ ആയിരിക്കും. അപ്പൊ അതാണ് തിയററ്റിക്കലി പോസിബിൾ ആയിട്ടുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സ്. പക്ഷെ അത്രയും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിസിബിൾ യൂണിവേഴ്സ് അതിനേക്കാളും കുറച്ചുകൂടി ചെറുതായിരിക്കും. ഓക്കെ, താങ്ക് യു. ഇനി ആർക്കെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് ചോദിക്കാം, നേരിട്ട് ചോദിക്കാം. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഈ മലയാളത്തില് നമ്മൾ പറഞ്ഞത് ചന്ദ്രനെ ആസ്പദമാക്കിയിട്ടാണ് മലയാളം കലണ്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യൻ കലണ്ടേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചില മലയാളം കലണ്ടറുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും ഒരു മാസത്തെ എത്ര ദിവസം, ചിലപ്പോൾ 32 ദിവസം വരും, ചിലപ്പോൾ 31, ഒരേ മാസം തന്നെ ചിലപ്പോൾ വ്യത്യാസം വരുന്നുണ്ട്. അതെങ്ങനെയായിരിക്കാം നമുക്ക് ആക്കിയിട്ടുള്ളത്? അത് 28 ദിവസം മുതൽ 32 ദിവസം വരെ വരും. ഇപ്പൊ കർക്കിടക മാസത്തിന് 32 ദിവസമുണ്ട്. അത് എന്തിനാന്ന് പറഞ്ഞാൽ ഈ 360 ഡിഗ്രി ഒപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പണിയാണത്. ഒരു പ്രാവശ്യം ഈ സൂര്യ മധ്യരേഖ തലം, ആ പദം, ക്രാന്തി വൃത്തം, എക്ലിപ്റ്റിക് എന്ന് പറയുന്ന ആ പദത്തിലൂടെയാണ് ഇതെല്ലാം ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് പുറപ്പെട്ട് വീണ്ടും ആ പോയിന്റിൽ എത്തുന്നതിന്റെ ഇടയിൽ ചന്ദ്രൻ എത്ര ഡിഗ്രി വീതം ഒരു ദിവസം കറങ്ങുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് സൂര്യനാണെങ്കിലും അങ്ങനെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന കണക്ക് വന്നത് ഈ മറ്റേ വർഷം 12 വട്ടം അല്ല ചന്ദ്രൻ ഒരു വർഷം പ്രദക്ഷിണം ചെയ്യാം, കുറച്ചുകൂടെ കൂടുതൽ പ്രദക്ഷിണം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 360 ഡിഗ്രി അതുപോലെ 12 മാസം അങ്ങനെ കൃത്യമായിട്ട് വിഭജിക്കാൻ നമുക്ക് കഴിയാതെ വന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഈ ചില ദിവസങ്ങൾ കൂട്ടി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ചില മാസങ്ങൾക്ക് ദിവസം കുറച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്.
അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള കലണ്ടറുകൾ പറയുന്നുണ്ടല്ലോ. ഇതിങ്ങനെ കൂട്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ, ഇപ്പൊ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ നമ്മൾ വിഷു എപ്പോഴാ ആഘോഷിക്കുന്നത്? ഏപ്രിൽ 14-15. അതെ, അത് മേട വിഷു എന്നല്ലേ നമ്മൾ പറയാ. അത് ആകാശത്തിലെ ഒരു ബിന്ദുവാണ്. അതായത് സൂര്യന്റെ മധ്യരേഖാതലവും ഭൂമിയുടെ മധ്യരേഖാതലവും തമ്മിൽ, ഭൂമി കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. സൂര്യ മധ്യരേഖ 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അപ്പൊ സൂര്യ മധ്യരേഖാതലവും ഭൂമിയുടെ മധ്യരേഖാതലവും തമ്മിൽ ക്രോസ് ചെയ്യുന്ന 2 ബിന്ദുക്കളുണ്ട്. ആ ഒരു ബിന്ദുവിൽ സൂര്യൻ വരുമ്പോൾ വർഷ ആരംഭം അങ്ങനെ കണക്കാക്കി. അതാണ് മേടബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ വിഷു എന്ന് പറയുന്നത് വർഷ ആരംഭമാണ്, പുതുവത്സര ആരംഭമാണ്. ശരിക്കും ചിങ്ങമാസത്തിലല്ല, മേടമാസത്തിലാണ് പുതുവർഷം ആരംഭിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ആഘോഷമാണ് വിഷു എന്ന് പറയുന്നത്. പക്ഷെ ഇത് തിരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായി നിൽക്കുന്നില്ല. ഇപ്പൊ അത് മുട്ടുന്നത് മേടത്തിലല്ല, മീനത്തിലാ. മീനബിന്ദുവിലാണ് ശരിക്കും വർഷം ആരംഭിക്കുക. പക്ഷെ നമ്മളിപ്പോഴും വിഷു ആഘോഷിക്കുന്നത് എപ്പോഴാണ്? മേടത്തിലാണ്. അതാ പഴയ കാലം വെച്ച് പോവാണ്. അപ്പൊ കലണ്ടർ ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ 500 വർഷം അല്ലെങ്കിൽ 400 വർഷമൊക്കെ കഴിയുമ്പോൾ ഒരു നിശ്ചിത തീയതിയിൽ സംഭവിച്ചുകൊണ്ടിരുന്ന പ്രകൃതി പ്രതിഭാസം എത്രയോ ദൂരെയായിരിക്കും, പിന്നെ മാറിപ്പോയിട്ടുണ്ടാവും, മാസങ്ങളോളം അകന്നു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ദിവസങ്ങളോളം അകന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അവർ കറക്ഷൻ എടുക്കും, ഒരു 10 ദിവസം ഒഴിവാക്കും. ആ കലണ്ടറിൽ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരു 30 ദിവസം മുറിച്ച് കളഞ്ഞിട്ട് ഒരു 30 ദിവസം അങ്ങോട്ട് മാറ്റിയിട്ട് ഇയർ കൂട്ടും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അത് ശരിയായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും ഉണ്ട് ആ പ്രശ്നങ്ങൾ, ഇപ്പോഴും ഉണ്ട്. കലണ്ടറിൽ ചെറിയ ഇപ്പൊ നമ്മൾ ദിവസേന കലണ്ടറിൽ, ഗ്ലോബൽ കലണ്ടറിൽ ദിവസേന എന്നുള്ള രീതിയിൽ കർഷണം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യാത്തത്. അത്രേ ഉള്ളൂ അത് പറയാൻ. ഐ തിങ്ക് ഐ എം ക്ലിയർ. ഓക്കെ, താങ്ക് യു. വളരെ സരസായിട്ട് പറഞ്ഞു. അതെ. ഇനി ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ ആർക്കെങ്കിലും? ഒരു അർജുനൊന്നും വന്നിട്ടില്ല. അർജുനൊന്നും കണ്ടില്ല. നമുക്ക് ഇല്ല, ചോദ്യങ്ങളില്ലേ, ക്ലോസ് ചെയ്യാം. ഹലോ. നമ്മുടെ ഇന്ത്യയുടെ സ്പേസ് ഒബ്സർവേഷന്റെ എന്താണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ? മറ്റ് വേൾഡ് ലെവലിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, താരതമ്യം ചെയ്യുകയാണെങ്കിൽ നമ്മള് 5ാമത്തെ സ്ഥാനത്താണ് ഉള്ളത്. നമ്മൾ മോശമൊന്നുമല്ല. നമ്മൾ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. മംഗൾയാൻ വരെ എത്തി നിൽക്കുന്നു, ചന്ദ്രയാന് മംഗൾയാന് വരെ നമ്മൾ എത്തി നിൽക്കുന്നു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ ഇന്ന് നാസ, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, ജാക്സ ജാപ്പാനീസ് സ്പേസ് ഏജൻസി, ചൈനീസ് സ്പേസ് ഏജൻസി, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് 5ാം സ്ഥാനത്താണ് നമ്മൾ ഉള്ളത്. മോശമല്ല, വൈകിപ്പോയി എന്നുള്ളത് ശരിയാണ്. മാത്രമല്ല, ഒരു നാടിന്റെ മൊത്തത്തിലുള്ള ശാസ്ത്ര വികാസം അത് ഡയറക്ട്ലി ആ നാടിന്റെ, ആ സമൂഹത്തിന്റെ സയന്റിഫിക് ടെമ്പറുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചരിത്രം നോക്കിയാൽ വളരെ എളുപ്പം വ്യക്തമാകുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മള് സയന്റിഫിക് ടെമ്പറിൽ നമ്മൾ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക പുരോഗതിയെ തീർച്ചയായിട്ടും ബാധിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും സ്റ്റിൽ വി ആർ നോട്ട് ഇൻ എ അത്ര മോശമായ ഒരു പൊസിഷനിലല്ല. വിചാരിച്ചാൽ നമുക്ക് ഇനിയും എത്രയോ മുന്നിലെത്താൻ കഴിയും. ഓക്കെ. സയന്റിഫിക് ടെമ്പറിന്റെ കാര്യത്തിൽ നമ്മൾ തിരിച്ചു നടത്തം നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ലക്ഷണങ്ങളാണ് എല്ലായിടത്തും നിന്നും സംശയം വേണ്ട. അതിനെ ലീഡ് ചെയ്യുന്നത് യഥാർത്ഥത്തില് ഉന്നത സയൻസ് ബിരുദങ്ങളൊക്കെ നേടിയ വ്യക്തികളാണ് എന്നുള്ളത് വളരെ
പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്ന് പറയാം. അപ്പൊ ഇതിന് എന്തെങ്കിലും മാറ്റം വരുമോ? കാരണം അത് ചരിത്രത്തിലെ ചില പ്രതിസന്ധികള് അതിന് ചിലപ്പോൾ സമയം കുറച്ച് വേഗം മാറും, ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കും. അപ്പൊ മൊത്തത്തില് നമ്മള് ഗ്ലോബലി നോക്കിയാൽ സയന്റിഫിക് നമ്പർ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അതിന്റെ സ്വാധീനം നമ്മുടെ നാട്ടിലും ഉണ്ടാവാതിരിക്കില്ല എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് പ്രതീക്ഷ മാത്രമാണ്. വസ്തുത എന്തായിരിക്കും എന്നുള്ളത് പറയാൻ കഴിയില്ല, എനിക്ക് പറയാൻ കഴിയില്ല. ചാറ്റിലൊരു ചോദ്യമുണ്ട്, കാണാവോ ചാറ്റ്? ചാറ്റ് നോക്കട്ടെ, ഒന്ന് വായിക്കാവോ? സർ, ഒബ്സർവബിൾ യൂണിവേഴ്സ് size is 46.5 light years. Okay. So when size at last time we spoke, it means galaxies are moving away, but is the size of the observable universe growing? അതാണ് ഒബ്സർവബിൾ യൂണിറ്റിന്റെ ഞാൻ പറഞ്ഞ ആ സംശയം തന്നെയല്ലേ ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവബിൾ യൂണിറ്റ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്, സംശയം വേണ്ട. കാരണം ഇറ്റ്സ് എക്സ്പാൻഡിങ്, യൂണിവേഴ്സ് ഇറ്റ്സ് എക്സ്പാൻഡിങ്. അപ്പൊ അതിന്റെ അനുസരിച്ച് ഒബ്സർവബിൾ യൂണിവേഴ്സിന്റെ വലിപ്പം കൂടിയേ പറ്റുള്ളൂ. സ്ക്രീൻ ഞാൻ മനസ്സിലാക്കുന്നത്. ഫേസ് കാണാൻ പറ്റുന്നില്ല. ഇല്ല, ഞാൻ ഓക്കെ, താങ്ക് യു. ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും നല്ല ഒരു പ്രസന്റേഷൻ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായി വളരെ ക്ലിയർ ആയി അവതരിപ്പിച്ച ശ്രീ ഏലിയാസ് KP, അദ്ദേഹത്തിന് സയൻസ് പീപ്പിളിന്റെ പേരിലും ഇവിടെ പ്രഭാഷണം ശ്രദ്ധിക്കാനെത്തിയ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലും വളരെ നന്ദി. താങ്ക് യു.